നിങ്ങൾ ആവേശം എന്ന സിനിമ കണ്ടതാണോ? ഐ ആം ലിറ്ററലി ഫ്ലബഗാസ്റ്റഡ് ബൈ ദി എനർജി ലെവൽ ഓഫ് ഫഹദ് ഫാസിൽ. ഞാൻ ഓർക്കുമായിരുന്നു കയ്യെത്തും ദൂരത്ത് എന്ന സിനിമ. ഇങ്ങനെ കളിയാക്കാൻ മാത്രം എന്തായിരുന്നു ആ സിനിമയിൽ? കുഞ്ചാക്കോ ബോബന്റെ അനിയത്തിപ്രാവ് പോലെയുള്ള സിനിമകൾ സ്വപ്നം കണ്ടുവന്ന ആ 20-കാരനെ ഓടിച്ചു വിട്ടു. പിന്നെ ഒരു തിരിച്ചുവരവുണ്ട്. വാട്ട് എ കംബാക്ക്! തിരിച്ചു വരുവാണെങ്കിൽ ഫഹദ് ഫാസിലിനെ പോലെ തിരിച്ചു വരണം. കളിയാക്കി ചിരിച്ചവരെ കൊണ്ട്, കൂവി തോൽപ്പിച്ചവരെ കൊണ്ട് 10 വർഷത്തിലധികമായി കൈയടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോൾ മെട്രോമാൻ എന്ന് കേൾക്കുമ്പോൾ ശ്രീധരൻ സാറിനെയാണ് ഓർമ്മ വരുന്നത്. എന്നാൽ ഒരു 10 വർഷം മുൻപ് കേരളത്തിൽ താമസിക്കുന്ന യങ്സ്റ്റേഴ്സിന് ഫഹദ് ഫാസിലായിരുന്നു മെട്രോമാൻ. കാരണം തിരിച്ചുവരവിൽ അദ്ദേഹം ചെയ്തത് കൂടുതലും മെട്രോ സിറ്റിയിലെ യുവാവിന്റെ വേഷങ്ങളായിരുന്നു. 22 ഫീമെയിൽ കോട്ടയം, ചാപ്പാക്കുരിശ്, ഡയമണ്ട് നെക്ലേസ് തുടങ്ങിയവയൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. എന്നാൽ തനിക്ക് മുണ്ടെടുക്കാനും അറിയാം, മടക്കി കുത്താനും അറിയാം, വേണ്ടി വന്നാൽ തിരിഞ്ഞു നോക്കാതെ ഓടാനും അറിയാമെന്ന് ഒരു ഇന്ത്യൻ പ്രണയകഥയിലെ ഐമനം സിദ്ധാർത്ഥനിലൂടെ തെളിയിച്ചു. ഇയോബിന്റെ പുസ്തകത്തിലെ അലോഷിയും വരത്തിനിലെ എബിനും ഒക്കെ മാസ് ആക്ഷൻ പ്രേക്ഷകരെ നന്നായി തൃപ്തിപ്പെടുത്തി. ആവേശം എന്ന സിനിമയിലെ രംഗണ്ണൻ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള ഒരു കഥാപാത്രമേ അല്ല. ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ എങ്ങനെയായിരിക്കും ഫഹദിനോട് ഇത് വിവരിച്ചു കൊടുത്തിട്ടുണ്ടാവുക? കുമ്പളങ്ങി നൈറ്റ്സിലെ ഷമ്മി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷെ ആവേശത്തിലെ രംഗൻ ഒരു രീതിയിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. ആ അൺപ്രഡിക്റ്റബിലിറ്റി തന്നെയാണ് ആ കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈ. ഫഹദ് ഫാസിൽ നമ്മളെ ആവേശം എന്ന സിനിമയിലെ രംഗണ്ണനിലൂടെ പുതിയൊരു ലോകത്തേക്ക് തന്നെ കൊണ്ടുപോയി എന്ന് പറയാം. ജിത്തു മാധവന്റെ ഡയറക്ടർ ബ്രില്യൻസ് എടുത്തു പറയേണ്ടതാണ്. പ്രേക്ഷകനെ ഒരു യുഫോറിക് മൂഡിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. രോമാഞ്ചത്തിലെ അർജുൻ അശോകന്റെ ക്യാരക്ടർ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. എങ്ങനെയാണത് മറക്കാൻ കഴിയുക? സിനിമയിൽ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു നറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് ചെക്കോവ്സ് ഗൺ. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഗൺ കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ അവസാനിക്കും മുൻപ് അത് പൊട്ടിയിരിക്കണം എന്നതാണ് ആ തത്വം. അല്ലെങ്കിൽ CID മൂസ ചോദിച്ചതുപോലെ പ്രേക്ഷകരും ചോദിക്കും, വെടിവെക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു അവിടെ ഒരു തോക്ക്? ആവേശം എന്ന സിനിമയിൽ ബിബി എന്ന കഥാപാത്രത്തിന്റെ അമ്മ സിനിമയുടെ തുടക്കത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. മോനെ പറ്റി അവൻ എപ്പോഴും പറയും. യഥാർത്ഥത്തിൽ ബിബി തന്റെ അമ്മയോട് അങ്ങനെ ആരെ പറ്റിയും ഒന്നും പറഞ്ഞിട്ടല്ല അവർ അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ട് തന്റെ മകനായ ബിബിക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടിക്കോട്ടെ, സഹായം കിട്ടിക്കോട്ടെ എന്നേ ആ പാവം അമ്മയ്ക്ക് ആഗ്രഹമുള്ളൂ. സിനിമയുടെ 2ാം പകുതിയിൽ ഒരു നിർണായക സമയത്ത് ആ ഡയലോഗ് അമ്മ വീണ്ടും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ അത് പറഞ്ഞത് നന്നായി എന്ന് നമുക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ കൂടിയായിരുന്നു അത്. സിനിമയുടെ തുടക്കത്തിൽ അമ്മയുടെ ആ സ്വഭാവത്തിന്റെ അത്തരം പ്രത്യേകതകൾ നമുക്ക് കാണിച്ചു തന്നത് എന്തിനായിരുന്നുവെന്ന് സിനിമ അവസാനിക്കും മുൻപ് സംവിധായകൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുമുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത, ആൾക്കൂട്ടത്തിൽ തനിച്ചു നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഫഹദ് ഫാസിൽ എന്ന കടുത്ത ഇൻട്രോവേർട്ട് എങ്ങനെയാണ് ഇത്ര എക്സ്ട്രീം ലൗഡ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്? എക്സ്ട്രോവേർഷന്റെ മാക്സിമം ആണ് ആവേശത്തിലെ രംഗൻ. റീസ്റ്റോറേറ്റീവ് നീഷ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഓവർ എക്സോസ്റ്റഡ് ആയി എന്ന് തോന്നുമ്പോൾ നിങ്ങളെ റീചാർജ് ചെയ്യാൻ സഹായിക്കുന്ന ഇടമാണ് നിങ്ങളുടെ റീസ്റ്റോറേറ്റീവ് നീഷ്. ലാലേട്ടനൊക്കെ രാവണപ്രഭു പോലെയുള്ള ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ ഭൂട്ടാൻ പോലെയൊക്കെ മെഡിറ്റേറ്റീവ് സൈലൻസിൽ ഇരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രദേശങ്ങളിൽ പോയി താമസിക്കാറുണ്ട്. അതിന്റെ അനുഭവക്കുറിപ്പുകൾ നമ്മൾ അദ്ദേഹത്തിന്റെ ബ്ലോഗുകളിലൂടെ കേട്ടറിഞ്ഞിട്ടുള്ളതുമാണ്. ഒരു ഇൻട്രോവേർട്ടിന് എക്സ്ട്രോവേർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും. ഒരു എക്സ്ട്രോവേർട്ടിന് പക്ഷേ ഒരു കാര്യം കഴിഞ്ഞ് അടുത്തത് ചെയ്യുന്നതിനിടയിൽ ബ്രേക്ക് എടുക്കണമെന്ന് തോന്നണമെന്നില്ല. പക്ഷേ ഒരു ഇൻട്രോവേർട്ടിന് ആ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ബ്രേക്ക് എടുക്കേണ്ടി വരും. ചിലപ്പോൾ തനിച്ചു പോയിരുന്ന ഒരു പുസ്തകം വായിക്കുന്നതോ, കടൽ തീരത്ത് പോയിരുന്ന് കാറ്റ് കൊള്ളുന്നതോ, ജനാലക്കരികിലിരുന്ന് പാട്ട് കേൾക്കുന്നതോ ഒക്കെയാവും അവരുടെ റീസ്റ്റോറേറ്റീവ് നീഷ്. ഒരാളുടെ പോലെ ആവണമെന്നേ ഇല്ല മറ്റൊരാൾക്ക്. നിങ്ങളൊരു ഇൻട്രോവേർട്ട് ആയിരിക്കെ തന്നെ റീൽസിലൊക്കെ ചില എക്സ്ട്രോവേർട്ടുകൾ കാണിക്കുന്ന, ചെയ്യുന്ന ചില രസമുള്ള ചളികൾ നിങ്ങൾക്കും ഒന്ന് ചെയ്തു നോക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? പിന്നെ എന്തിന്റെ പേരിലാണ് നിങ്ങൾ മടിച്ചു നിൽക്കുന്നത്? ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ മുമ്പിൽ നിങ്ങൾക്കുള്ള ഇൻട്രോവേർട്ട് ഇമേജ് എന്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾ മടിച്ചു നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. മരിക്കുമ്പോൾ, ജീവിച്ചിരുന്നപ്പോൾ ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷെ ചെയ്തില്ല എന്നെഴുതിയ ലിസ്റ്റിൽ ഒരെണ്ണമെങ്കിലും കുറഞ്ഞിരിക്കട്ടെ. നിങ്ങൾ ഫഹദ് ഫാസിലിന്റെ ആവേശം എന്ന സിനിമ കാണണമെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു കാര്യം കൊണ്ട് കൂടിയാണ്. ഫഹദ് ഫാസിലിന്റെ രംഗണ്ണനെ കാണുമ്പോൾ ഒരു ഇൻട്രോവേർട്ടിന് ഇങ്ങനെയും പെർഫോം ചെയ്യാൻ കഴിയുമല്ലേ എന്ന് തോന്നുന്നിടത്താണ് നിങ്ങളുടെ ഐസ് ബ്രേക്കിംഗ് മൊമെന്റ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നും എക്സ്ട്രോവേർട്ടിന്റെ ഐഡന്റിറ്റിയിൽ തുടരേണ്ടി വരുമെന്ന് ആശങ്കപ്പെടേണ്ടതില്ല. നിങ്ങൾ ആ പഴയ ഇൻട്രോവേർട്ട് ഐഡന്റിറ്റിയിൽ തന്നെ തുടരുക. ഫഹദ് ഫാസിൽ ആവേശം പോലൊരു സിനിമ ചെയ്തതിനു ശേഷം ധ്യാൻ ശ്രീനിവാസനെ പോലെ അല്ലല്ലോ പെരുമാറുന്നത്, മറുപടി പറയുന്നത്. ഇൻഫാക്ട് ഇൻട്രോവേർട്ട് എന്ന ഐഡന്റിറ്റിയിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. മനുഷ്യനിൽ ഇൻട്രോവേർട്ട് ഉള്ളത് കൊണ്ടാണ് ആസ് എ സ്പീഷീസ്
ഇന്നും നിലനിൽക്കുന്നത്. ഗാന്ധിജി ഒരു ഇൻട്രോവേർട്ട് അല്ലായിരുന്നുവെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെയും ഭഗത് സിംഗിനെയും പോലെ ലക്ഷ്യത്തിലെത്തും മുൻപ് ജീവൻ നഷ്ടപ്പെട്ടേനെ. ജീവനോടെ ഉണ്ടാവുക എന്നതും വളരെ പ്രധാനമാണ്. ഗാന്ധിജി പറഞ്ഞത് യു ക്യാൻ ഷേക്ക് ദ വേൾഡ് ഇൻ എ ജെന്റിൽ വേ. ചെറിയ പ്രവർത്തികൾ വഴി ലോകത്തിൽ വലിയ മാറ്റങ്ങൾ എങ്ങനെ കൊണ്ടുവരാൻ കഴിയുമെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ബ്രസീലിലെ ഒരു ബട്ടർഫ്ലൈയുടെ ചിറകടി ടെക്സസിൽ ഒരു ടൊർണാഡോ വരെ ഉണ്ടാകുവാൻ കാരണമായേക്കാം എന്ന് പറയുന്ന തിയറിയാണ് ബട്ടർഫ്ലൈ എഫക്റ്റ്. സൂര്യൻ അസ്തമിക്കാതിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഗാന്ധിജി എന്ന ഇൻട്രോവേർട്ട് പിടിച്ചു കുലുക്കി. ആ കുലുക്കം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നതുമില്ല. ആൽക്കമിസ്റ്റ് പറയുന്നത് നിങ്ങൾ അതിതീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സഹായിക്കുമെന്നാണ്. പക്ഷെ ഇൻട്രോവേർട്ടുകൾ പറയുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് ഒരു സഹായവും കിട്ടാൻ സാധ്യതയില്ല എന്നാണ്. എന്തിനാണ് സഹായമെല്ലാം സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്? സ്വന്തം നാടിന് പുറത്തും നാടുകൾ ഉണ്ടല്ലോ. യേശു പോലും സ്വന്തം നാട്ടിൽ ഇന്നും ഹീറോ അല്ല. നിങ്ങളെ ആവശ്യമുള്ളവർ നിങ്ങളുടെ നാടിന് പുറത്താണ് എങ്കിൽ ആ സാധ്യത തള്ളിക്കളയരുത്. ഫഹദ് ഫാസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു അനനിമിറ്റി ഉണ്ട്, ഒരു അജ്ഞാതത്വം. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തനിക്കല്ല, താൻ ചെയ്യുന്ന വർക്കിനാണ് വിസിബിലിറ്റി കിട്ടേണ്ടതെന്ന് അദ്ദേഹം പറയാതെ പറയുന്നുമുണ്ട്. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാൻ ഇൻട്രോവേർഷൻ ഒരു രീതിയിലും തടസ്സമല്ല എന്ന് ഫഹദ് ഫാസിലിന്റെ സക്സസ് നമ്മളെ കാണിച്ചു തരുന്നുമുണ്ട്, ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുമല്ലോ. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടമാകുമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.